فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم إنا نسألك خير هذا اليوم، نوره وبركته وفتحه ونصره وهداه، ونسألك خير ما بعده، ونعوذ بك من شر ما في هذا اليوم وشر ما بعده. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാനമുള്ള സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. യഖീൻ, അത് നേടിയെടുക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ്. യഖീൻ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിലുള്ള ദൃഢത, ഉറച്ച വിശ്വാസം. അതിനേക്കാൾ ഉയർന്ന ദർജയാണ് യഖീൻ എന്ന് പറഞ്ഞാൽ. ഈമാൻ എന്ന ദർജ അതിനേക്കാൾ ഉയർന്ന ദർജയാണ് യഖീനിന്റെ ദർജ എന്നുള്ളത്. അത് ഈ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. നമ്മളെ ഈമാനിൽ നമുക്ക് യഖീൻ ഉണ്ടായിരിക്കുക എന്നുള്ളത്. കാരണം ഈ യഖീൻ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് പല ആളുകളും ദീനിൽ നിന്ന് തെറിച്ചു പോകുന്നത്. ദീൻ കൈയൊഴിയുന്നത് ഈ യഖീൻ ഇല്ലാത്തത് കൊണ്ടാണ്. പല ആളുകളെയും നമ്മൾ കാണുന്നുണ്ട്. മുസ്ലിമീങ്ങളായി ജനിച്ച ആളുകൾ, അവർ ദീൻ മനസ്സിലാക്കിയിട്ടും ദീൻ കേട്ടിട്ടും പിന്നീട് ഈ ദീൻ ഉപേക്ഷിച്ചു പോകാനുള്ള കാരണം എന്താണ്? യഖീനില്ലാത്തത് കൊണ്ടാണ്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ യഖീനിന്റെ പ്രാധാന്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ശുബ്ഹത്തുകൾ, വിശ്വാസപരമായ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാൻ ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് കക്ഷികളുണ്ട്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ യഖീൻ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായ കാര്യമാണ്. യഖീൻ എന്നതാകട്ടെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, ഒരാൾക്ക് അള്ളാഹു നൽകുന്നതിൽ ഏറ്റവും ഖൈറായത് യഖീനാണ്. യഖീനിനോളം വരുന്ന മറ്റൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, സല്ലല്ലാഹു അഫ്വ വൽ ആഫിയ. നിങ്ങൾ അള്ളാഹുവിനോട് അഫുവും ആഫിയത്തും ചോദിക്കുക. അഫു എന്ന് പറഞ്ഞ വിട്ടുവീഴ്ച, ആഫിയത്ത് എന്ന് പറഞ്ഞ സൗഖ്യം. അള്ളാഹുവിനോട് നിങ്ങൾ അഫുവും ആഫിയത്തും ചോദിക്കുക. ഫഇന്ന അഹദൻ ലം യുഅത ബഅദൽ യഖീനി ഖൈറൻ മിനൽ ആഫിയ. യഖീനിന് ശേഷം ആഫിയത്തിനേക്കാൾ ഖൈറുള്ള ഒരു കാര്യവും മറ്റൊരാൾക്കും നൽകപ്പെട്ടിട്ടില്ല. അപ്പൊ നമുക്കിവിടെ ആഫിയത്തിനെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എങ്കിൽ അതിന് മുന്തിച്ചുകൊണ്ട് പറഞ്ഞത് യഖീനാണ്. യഖീൻ എന്നുള്ളത് ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. യഖീൻ ഉണ്ടെങ്കിലേ ഫിത്നകൾ വന്നാൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ആരെങ്കിലും എന്തെങ്കിലും നമ്മുടെ ഈമാനിൽ സംശയങ്ങൾ ഉണ്ടാക്കിയാൽ ആ സംശയങ്ങൾ ഇല്ലാതെ നിലയുറപ്പിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ യഖീൻ നിർബന്ധമാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിൽ പറഞ്ഞ ഒരു കാര്യം വായിക്കാം. അതിൽ അദ്ദേഹം പറയുന്നു, ഫഅഅമ്മത്തു നാസി ഇദാ അസ്ലമു ബഅദ കുഫ്രി ഔ വുലിദു ഫിൽ ഇസ്ലാം വൽതസമു ശആഇറഹു وكانوا من أهل الطاعة لله ورسوله فكانوا مسلمين فمعهم إيمان مجمل.
ജനങ്ങളിൽ പൊതുവെയുള്ള ആളുകൾ അവർ കുഫ്ർ വിട്ട് ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ, അവർ ഇസ്ലാമിൽ തന്നെ ജനിച്ച ആളുകളാണ് എങ്കിൽ, എന്നിട്ട് അള്ളാഹുവിന്റെ ശരീഅത്തിലെ നിയമങ്ങളൊക്കെ പാലിച്ച് അങ്ങനെ ജീവിച്ചു പോകുന്നു എങ്കിൽ, അവർ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അവർ മുസ്ലിമീങ്ങളാണ്, അവർക്ക് ഈമാനുണ്ട്. എന്നാൽ വലാകിന്ന ദുഖൂല അഖീദത്തുൽ ഈമാനി ഫീ ഖുലൂബിഹിം, എന്നാൽ ഈമാനിന്റെ യഥാർത്ഥ യഖീൻ, ഇസ്ലാമിന്റെ യഥാർത്ഥ വിശ്വാസം, അത് അവർ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുക എന്നുള്ളത് ഇന്നമാ യഹ്സുലു ശൈഅൻ ഫശൈഅൻ, അത് പടിപടിയായിട്ടേ ഉണ്ടാവുകയുള്ളൂ, അത് മെല്ലെ മെല്ലെ ഉണ്ടാകുക. അതല്ല എങ്കിൽ പൊതുവുള്ള ആളുകളുടെ അവസ്ഥ എന്താ? അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അവരങ്ങനെ ഒരു മുസ്ലിമായ മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചു കഴിഞ്ഞാൽ അവർ അള്ളാഹുവിനെ റസൂലിനെ അനുസരിച്ച് ജീവിക്കേണ്ടേ, അവർക്ക് ഈമാനുണ്ട്, ശരിയാണ്, അവർ മുസ്ലിമീങ്ങളാണ്. പക്ഷെ യഥാർത്ഥത്തിലുള്ള യഖീൻ അവർ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങണമെങ്കിൽ അതൊരു മുസ്ലിമായ മാതാപിതാക്കളുടെ മകളായി ജനിച്ചതുകൊണ്ട് സാധിക്കൂല, അത് മെല്ലെ മെല്ലെ ഉണ്ടാകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളിൽ ധാരാളം ആളുകളും യഖീൻ എന്ന ദർജയിലേക്ക് എത്തിയിട്ടില്ല. ഇനി യഖീനിന്റെ ദർജയിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ എന്താണ് പ്രശ്നം? അദ്ദേഹം പറയാണ്, വലൗ ശുക്കികൂ ലശക്ക, അവർക്ക് ആരെങ്കിലും വന്നൊരു സംശയം ഉണ്ടാക്കിയാൽ അവർക്ക് സംശയം ഉണ്ടാവും, അവരങ്ങനെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യും. യഖീനിന്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുക ശുബ്ഹത്തുകൾ, ശക്കുകൾ അത് അധികരിക്കുമ്പോഴാണ്. അപ്പൊ ശുബ്ഹത്തുകൾ ഇല്ലാതെ, ശക്കില്ലാതെ ഒരുവന് ശുബ്ഹത്തിലൊന്നും പെടാതെ അവനെ സംശയിപ്പിക്കാനൊന്നും ആരുമില്ല എങ്കിൽ അവരങ്ങനെ ഇസ്ലാമിൽ ജീവിച്ചു പോകും. പക്ഷെ ശുബ്ഹത്തുകൾ അധികരിച്ചാൽ, ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ആളുകൾ അവർ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ ആ ആശയക്കുഴപ്പത്തിൽ പെട്ടുപോകും, ഒരു ശക്കിലാകും. അപ്പോൾ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത്. യഖീൻ ഇല്ല എങ്കിൽ അവൻ പഴച്ചു പോകും. നമ്മളുടെ ഈമാനിന് ഒരു ഗ്യാരണ്ടി ഉണ്ടാകൂല. കുറച്ച് യഖീനായ വിശ്വാസം നമുക്കില്ല എങ്കിൽ നമ്മുടെ ഈമാനിന് ഒരു ഗ്യാരണ്ടി ഉണ്ടാകൂല. ഒരു ശുബ്ഹത്ത്, ഒരു ശക്ക് വന്നാൽ അതിൽ നമ്മൾ പെട്ടുപോകും. അത് നമ്മളെ ഈമാനിന്റെ അടിക്കല്ലിനെ ഇളക്കി കളയും. അപ്പൊ അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ വിശേഷണമായി മറ്റു വിശേഷണങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് എന്ത് പറഞ്ഞത്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അവിടെ ഗൈബിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. ഗൈബിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കാണാത്തൊരു കാര്യം വിശ്വസിക്കലാണ് അള്ളാഹുവിലുള്ള വിശ്വാസം. അള്ളാഹ് നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ പരലോകത്തിൽ വിശ്വസിക്കുന്നു, പരലോകം നമ്മൾ കണ്ടിട്ടില്ല. സ്വർഗവും നരകവും നമ്മൾ വിശ്വസിക്കുന്നു, സ്വർഗവും നരകം നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത്? യഖീൻ ഉള്ളതുകൊണ്ടാണ്. ഈ യഖീൻ ഉണ്ടെങ്കിലേ ബാക്കിയുള്ള അമലുകൾ ഉത്സാഹത്തോടുകൂടി നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലാഹു അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ ഗൈബിൽ വിശ്വസിക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹ് എന്താ പറഞ്ഞത്? വയഖീമൂന സ്വലാത വയഅ്തൂന സക്കാത്ത, അവര് നിസ്കാരം നിലനിർത്തും, സക്കാത്ത് കൊടുക്കും. നിസ്കാരം നിലനിർത്താൻ, സക്കാത്ത് കൊടുക്കാൻ, മറ്റെല്ലാ ഇബാദത്തുകൾ നിർവഹിക്കാൻ എന്ത് വേണം? ഈമാൻ വേണം, യഖീൻ വേണം. ആ യഖീനിന്റെ കുറവിനനുസരിച്ച് അമലുകളിൽ നിന്ന് അവൻ പുറകോട്ട് പോകും. യഖീൻ എത്രത്തോളം വർദ്ധിക്കുന്നു അത്രത്തോളം അവന് അമലുകളിൽ ഉത്സാഹം ഉണ്ടാകും. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മളെ അമലുള്ള അവസ്ഥ എന്താണ്? അമലുകൾ താല്പര്യത്തോടു കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പൊ നമുക്ക് നമ്മളെ യഖീനിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിനെ കുറിച്ച് പറഞ്ഞത് വബിൽ ആഖിറതി ഹും യൂഖിനൂൻ,
മുഅ്മിനീങ്ങൾ അവർ പരലോകത്തിനെ കുറിച്ച് യുഅ്മിനൂൻ എന്നല്ല പറഞ്ഞത്, യൂഖിനൂൻ, അവർക്ക് യഖീനുണ്ട്. ഒരു സംശയവും അവർക്കതിലില്ല. ഇനി ഒരു സംശയം വരാനും പോകുന്നില്ല. ആരെങ്കിലും രണ്ട് ചോദ്യം ചോദിക്കുമ്പോഴേക്ക് ചോർന്നു പോകുന്ന ഈമാൻ അല്ല യഖീനുള്ള മുഅ്മിനീങ്ങളുടെ ഈമാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് യഖീൻ അത് അവരുടെ ജീവിതത്തിലുള്ള സവിശേഷമായ ഒരു പ്രധാനപ്പെട്ട ഒരു വിശേഷണമായി അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. യഖീൻ ഉണ്ട് എങ്കിൽ ഒന്നാമതായി അൽ ഇസ്മത്തു മിനൽ ഫിതൻ, ഫിത്നകളിൽ നിന്ന് നമുക്ക് സംരക്ഷണം ലഭിക്കും. അതുപോലെ തന്നെ വൽ ഹിർസു അലൽ ഇബാദാത്ത്, ഇബാദത്തുകളിൽ മുന്നേറാൻ യഖീൻ നമ്മളെ സഹായിക്കും. അല്ല, ഒരുവന് പരലോകമുണ്ടെന്ന് ഒരു സംശയമില്ല. ആരെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടാക്കിയാൽ അവനൊരു സംശയം വരൂല. അവൻ കണ്ണുകൊണ്ട് കണ്ടതുപോലെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. അതാണ് യഖീൻ എന്ന് പറഞ്ഞാൽ. കണ്ണുകൊണ്ട് കണ്ടതുപോലെയാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത്. ഇഹ്സാനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അല്ലാഹുവിനെ നീ കാണുന്നത് പോലെ ഇബാദത്ത്. അങ്ങനെ നമ്മൾ വിശ്വസിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതുപോലെ വിശ്വസിക്കുക. അതാണ് യഖീൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെ പരലോകമുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന, അതിൽ യാതൊരു സംശയവുമില്ലാത്ത ഒരാൾ അവൻ പരലോകത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഒരു മടി ഉണ്ടാകൂല. കാരണം അവനറിയാം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ലോകം വരാനുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തിലാണുള്ളത്. സ്വഹാബികൾ അവർ അമലുകളിൽ മുന്നേറുവാൻ അവർ സഹായിച്ചത് ഈ യഖീനാണ്. യഖീൻ ഉണ്ട് എങ്കിൽ ഇബാദത്തുകളിൽ മുന്നേറാൻ പറ്റും. അതുപോലെ തന്നെ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹം, അതിന്റെ വില നമുക്ക് മനസ്സിലാകും. എത്രയോ ആളുകൾ യഖീനില്ലാതെ ജീവിക്കുന്നു. ധാരാളം ആളുകൾ, ബഹുഭൂരിപക്ഷ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റുണ്ടാവില്ല, ഒരു യഖീനില്ലാതെയാണ് ജീവിക്കുന്നത്. മുസ്ലിമീങ്ങൾ അവരുടെ ജനസംഖ്യ എടുത്ത് പരിശോധിച്ചതിൽ കൃത്യമായി നിസ്കരിക്കുന്ന എത്ര ആളുകൾ ഉണ്ടാകും? കൃത്യമായി നോമ്പ് നോക്കുന്ന, സമ്പത്തുണ്ടായിട്ടും സക്കാത്ത് കൊടുക്കുന്ന ആളുകൾ എത്ര ഉണ്ടായിരിക്കും? അവരോട് ഒരു നിരീശ്വരവാദി ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഈമാൻ ചോർന്നുപോയി. ഇതാണ് ധാരാളം മുസ്ലിമീങ്ങളുടെയും യഖീനിന്റെ അവസ്ഥ. അപ്പൊ നമുക്ക് യഖീൻ ഉണ്ടെങ്കിൽ അള്ളാഹ് നമുക്ക് തന്ന ആ അനുഗ്രഹത്തിന്റെ വില നമുക്ക് മനസ്സിലാവും. അൽഹംദുലില്ലാഹ്, ഒരുപാട് ആളുകൾക്ക് നഷ്ടപ്പെട്ടൊരു അനുഗ്രഹമാണ് അള്ളാഹു എനിക്ക് നൽകിയത്, യഖീൻ. അള്ളാഹുവിന്റെ ദീനിൽ, അതിന്റെ നിയമങ്ങളിൽ, വിശ്വാസകാര്യങ്ങളിൽ എനിക്ക് അടിയുറച്ച വിശ്വാസമുണ്ട്. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അതിന് വിലമതിക്കാൻ സാധിക്കും. ഇത് യഖീനിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം അള്ളാഹുവിനോട് പറയുന്നുണ്ട്, വഇദ് ഖാല ഇബ്രാഹീമു റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗത ഖാല അവലം തുഅ്മിൻ ഖാല ബലാ വലാകിൻ ലിയത്മഇന്ന ഖൽബി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറയണം, അള്ളാഹുവേ, മരിച്ച ആളുകളെ ജീവിപ്പിക്കുന്നത് എനിക്ക് കാണിച്ചു തരണം. അപ്പൊ അള്ളാഹു ചോദിച്ചു, നിനക്ക് വിശ്വാസമില്ലേ? നീ വിശ്വസിക്കുന്നില്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അതെ, എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ വലാകിൻ ലിയത്മഇന്ന ഖൽബി, എന്റെ ഹൃദയത്തിനൊരു സമാധാനം ലഭിക്കാനാണ്, ഉറച്ച യഖീൻ ഉണ്ടാകാനാണ് ഞാനത് ചോദിക്കുന്നത്. ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈമാൻ കുറവുണ്ടായിട്ടല്ല, അള്ളാഹുവിൽ എന്തെങ്കിലും ഒരു സംശയം ഉള്ളത് കൊണ്ടല്ല, നേരെ മറിച്ച് ഉള്ള ഈമാനിൽ അതിൽ കൂടുതൽ വർധനവുണ്ടാകുവാൻ, അതിൽ കൂടുതൽ യഖീൻ കിട്ടുവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നത്. അപ്പൊ നോക്കൂ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പ്രവാചകന്മാരുടെ പിതാവാണ്, അബുൽ അംബിയ എന്നറിയപ്പെട്ട പ്രവാചകനാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഖലീലാണ്.
അതുപോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠരായ 5 പ്രവാചകന്മാരിൽ ഒരാൾ, അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠരായ 2 പ്രവാചകന്മാരിൽ ഒരാളാണ്. ഇത്രയും ശ്രേഷ്ഠനായ അള്ളാഹുവിന്റെ ഒരു നബിയാണ് അള്ളാഹിനോട് ചോദിക്കുന്നത്, അള്ളാഹു എനിക്ക് കുറച്ച് വിശ്വാസം ലഭിക്കാൻ എനിക്ക് നിന്റെ ഒരു ആയത്ത് കാണിച്ചു തരണം. ഇബ്രാഹിം നബി യഖീനിലേക്ക് ആവശ്യക്കാരനാണ് എങ്കിൽ നമ്മൾ എത്രത്തോളം യഖീനിലേക്ക് ആവശ്യക്കാരായിരിക്കും? പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ ഈമാനിൽ നമ്മളെ തെറ്റിച്ചു കളയുന്ന ഒരുപാട് ഫിത്നകൾ നിലവിൽ വന്ന ഈ കാലഘട്ടത്തിൽ യഖീനിലേക്ക് നമ്മൾ എത്രത്തോളം ആവശ്യക്കാരായിരിക്കും? ഇബ്രാഹിം നബി പോലും അള്ളാഹുവിനോട് യഖീൻ ഉണ്ടാകുവാൻ വേണ്ടി ചോദിച്ചു എങ്കിൽ അപ്പൊ യഖീൻ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചില ഉലമാക്കൾ അവർ പറഞ്ഞതായി കാണാം, ലൗ അന്നൽ യഖീന വഖഅ ഫിൽ ഖൽബി കമാ യൻബഗി ലതാറത്തിൽ ഖുലൂബു ഇഷ്തിയാഖൻ ഇലൽ ജന്നതി വഖൗഫൻ മിനൻ നാർ. ചില സലഫുകൾ പറയാണ്, യഖീൻ ഒരുവന് ഉണ്ടാകേണ്ടതുപോലെ അവന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ സ്വർഗത്തിനോടുള്ള ആഗ്രഹം കാരണം, നരകത്തിനോടുള്ള പേടി കാരണം ഹൃദയം അതിന്റെ സ്ഥാനത്ത് നിന്ന് മാറിപ്പോകുമായിരുന്നു. യഖീൻ ഉണ്ടായാലുള്ള ഒരു അവസ്ഥയാണ്. ഒരുവന് യഥാർത്ഥ യഖീൻ ഉണ്ടായാൽ, ആ ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ സ്വർഗത്തിനോടുള്ള കൊതി കാരണം, നരകത്തിനോടുള്ള ഭയം കാരണം ഹൃദയം അതിന്റെ സ്ഥാനത്ത് നിന്ന് മാറിപ്പോകും. അതാണ് യഥാർത്ഥ യഖീനിന്റെ ഫലമായി സലഫുകൾ പറഞ്ഞിട്ടുള്ളത്. യഖീൻ അത് നേടിത്തരുന്ന ഒരുപാട് ഘടകങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഈ യഖീനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക? ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാൻ, ഇബാദത്തുകളിൽ മുന്നേറാൻ എങ്ങനെ യഖീൻ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും? ഒരുപാട് വഴികളുണ്ട്. അതിൽ ഒന്നാമത്തെ വഴി അൽ ഇൽമുൻ നാഫി, ഉപകാരപ്രദമായ അറിവാണ്. ഉപകാരപ്രദമായ ദീനിലെ അറിവ് നമ്മളെ യഖീനിന്റെ ദർജയിലേക്ക് ഉയർത്തും. അൽ ഇൽമുൻ നാഫി, ഉപകാരപ്രദമായ അറിവ് എന്നാൽ അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന എല്ലാ അറിവുകളും ഉപകാരപ്രദമായ അറിവുകളാണ്. ആ ഉപകാരപ്രദമായ അറിവാണ് എല്ലാ ഖൈറിന്റെയും അടിസ്ഥാനം. എല്ലാ ഖൈറിന്റെയും അടിസ്ഥാനം ഇൽമാണ്. ഒരുവൻ അള്ളാഹുവിനെ കുറിച്ചും ദീനിനെ കുറിച്ചും ഒന്നും പഠിച്ചിട്ടില്ല എങ്കിൽ എങ്ങനെയാണ് അവന് യഖീൻ ഉറപ്പുണ്ടാകുക? ഉറപ്പ് പോയിട്ട് ഒരു വിശ്വാസം എങ്ങനെ ഉണ്ടാകും? പഠിച്ചിട്ടില്ലെങ്കിൽ വിശ്വാസം പോലും ഉണ്ടാകൂല. പിന്നെ എങ്ങനെയാണ് ആ വിശ്വാസത്തിലുള്ള യഖീൻ, ഉറച്ച ദൃഢത എങ്ങനെയാണ് കിട്ടുക? പഠിച്ചിട്ടില്ല എങ്കിൽ പഠിക്കണം. അള്ളാഹുവിനെ കുറിച്ച്, അവന്റെ ദീനിനെ കുറിച്ച് ധാരാളം പഠിക്കണം. അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ പഠിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുവാൻ, അള്ളാഹുവിനോടുള്ള ഭയം വർദ്ധിപ്പിക്കുവാൻ, യഖീൻ വർദ്ധിപ്പിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന അറിവാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്. അള്ളാഹുവിന്റെ അസ്മാഉ വസിഫാത്തുകളെ കുറിച്ചുള്ള അറിവ്, അള്ളാഹുവിന്റെ തൗഹീദിനെ കുറിച്ചുള്ള അറിവ്, അള്ളാഹുവിന്റെ ദാത്തിനെ, അള്ളാഹുവിന്റെ അസ്തിത്വത്തിനെ കുറിച്ചിട്ടുള്ള അറിവ്. ഇത് കൂടുതൽ നമുക്ക് യഖീൻ പകരും, കൂടുതൽ നമുക്ക് ഉറപ്പ് ഉണ്ടാകും. നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ, നമ്മുടെ യഖീൻ വർദ്ധിക്കാൻ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായും പഠിക്കേണ്ട കാര്യങ്ങൾ ഇതാണ് അള്ളാഹുവിനെ കുറിച്ച്. കാരണം അള്ളാഹു ഏറ്റവും മഹത്വമുള്ളവനാണ്. അവനെ കുറിച്ചുള്ള അറിവ് മറ്റെല്ലാ അറിവുകളെക്കാളും മഹത്വമുള്ളതാണ്. അള്ളാഹു എല്ലാത്തിനേക്കാളും വലിയവനാണ് എങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് എന്നുള്ളത് മറ്റെല്ലാത്തിനേക്കാളും വലുതാണ്.
അള്ളാഹുവിന്റെ ദാത്തിനെ കുറിച്ച്, അള്ളാഹു ഉണ്ട് എന്ന അള്ളാഹുവിന്റെ അസ്തിത്വത്തിനെ കുറിച്ച്, അള്ളാഹുവിന്റെ തൗഹീദിനെ കുറിച്ച്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച്, അവൻ സൃഷ്ടിപ്പ് നടത്തിയ കാര്യങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ മാർഗനിർദ്ദേശത്തിനെ കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഈമാൻ വർദ്ധിക്കും എന്നുള്ളതാണ്. അള്ളാഹു ഉണ്ട് എന്നതിനെ കുറിച്ച് കൂടുതൽ പഠിക്കാം. ഖുർആനിലും ബുദ്ധിപരമായും വന്ന തെളിവുകൾ നമ്മൾ ആലോചിക്കും. അള്ളാഹു ഉണ്ട് എന്നുള്ളത് അത് എല്ലാ വ്യക്തികളുടെയും ഫിത്രത്തിൽ, ശുദ്ധ പ്രകൃതിയിൽ അള്ളാഹു നിശ്ചയിച്ചൊരു കാര്യമാണ്. അള്ളാഹു ഉണ്ട്, ഒരു സൃഷ്ടാവുണ്ട് എന്നത് എല്ലാ മനുഷ്യരുടെയും ഫിത്രത്തിൽ അള്ളാഹു നിശ്ചയിച്ച കാര്യമാണ്. അതിനെ നിഷേധിക്കാൻ ആർക്കും സാധിക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ അള്ളാഹുവിനെ തന്നെ, റബ്ബിനെ തന്നെ നിഷേധിച്ച ആളുകൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുൻകാലങ്ങളിലൊക്കെ അള്ളാഹുവിനെ നിഷേധിച്ച ആളുകൾ വളരെ കുറവായിരുന്നു. പിന്നെ ഈ കാലഘട്ടത്തിലാണ് അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾ വർദ്ധിച്ചു വന്നത്. അപ്പൊ മുൻകാലങ്ങളിൽ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾ വളരെ കുറച്ചായിരുന്നു. നിഷേധിക്കുന്ന ആളുകൾ തന്നെ അവർക്ക് അള്ളാഹുവിന് വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ അവരുടെ അങ്ങേയറ്റത്തെ കിബറ് കാരണമാണ് അവർ നിഷേധിച്ചത്. ഉദാഹരണത്തിന് ഫിർഔനെ പോലെയുള്ള ആളുകൾ. അള്ളാഹു ഉണ്ട് എന്നുള്ളത് എല്ലാ ബുദ്ധിയും അംഗീകരിക്കുന്ന, അവന്റെ ശുദ്ധ പ്രകൃതിയിൽ അടങ്ങിയ കാര്യമാണ് അള്ളാഹു ഉണ്ട് എന്നുള്ളത്. മാത്രല്ല, അതിനു പുറമെ അള്ളാഹു ഉണ്ട് എന്നതിന് പ്രപഞ്ചത്തിൽ അള്ളാഹു ഒരുപാട് തെളിവുകൾ അവശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താ അള്ളാഹു ഉണ്ട് എന്നുള്ളതിൽ പ്രപഞ്ചത്തിൽ അള്ളാഹു നിശ്ചയിച്ച തെളിവുകൾ എന്താ? അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളാണ്. ആ അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങൾ അള്ളാഹുവിനെ അറിയിക്കുന്നുണ്ട്. ആ സൃഷ്ടികൾ റബ്ബുണ്ട് എന്ന് തെളിയിക്കുന്നുണ്ട്. ഒരു അറാബിയോട് മുമ്പ് ചോദിച്ചു, എങ്ങനെയാണ് നിനക്ക് റബ്ബിനെ മനസ്സിലായത്? ആ അറാബിയുടേതായ രീതിയിൽ മറുപടി പറഞ്ഞു. ആ അറാബി മരുഭൂമിയിൽ ഒട്ടകങ്ങളെയും അതുപോലെ തന്നെ ആടിനെയും മേച്ചടക്കുന്ന ആളാണ്. ആ അറാബി പറഞ്ഞു, ഒരു ഒട്ടകത്തിന്റെ കാഷ്ടം കണ്ടു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കും കുറച്ചു മുമ്പ് ഇതിലൂടെ ഒരു ഒട്ടകം നടന്നു പോയിട്ടുണ്ട് എന്നുള്ളത്. മരുഭൂമിയിലൂടെ നടക്കുമ്പോ ആളുകൾ സഞ്ചരിച്ച കാൽപ്പാടുകൾ അത് കണ്ടാൽ ഞാൻ മനസ്സിലാക്കും ഇതിലൂടെ കുറച്ച് ആളുകൾ നടന്നു പോയിട്ടുണ്ട്. അപ്പൊ അതൊന്നും വെറുതെ ഉണ്ടാകൂലല്ലോ. ഒട്ടകല്ലാതെ ഒട്ടക കാഷ്ടം ഉണ്ടാകും. ആളുകൾ നടന്നു പോകാതെ ആളുകളുടെ കാൽപാദങ്ങളുടെ പാടുണ്ടാവില്ല. അങ്ങനെയെങ്കിൽ ഈ സൂക്ഷ്മമായ ലോകത്തിലെ ഈ സൃഷ്ടി വൈഭവങ്ങൾ, വിശാലമായ ആകാശം, പ്രവിശാലമായ ഭൂമി, അതിലെ സസ്യലതാദികൾ, വലിയ പർവ്വതങ്ങൾ, മരങ്ങൾ, സമുദ്രങ്ങൾ, ഇങ്ങനെ അത്ഭുതപ്പെടുത്തുന്ന സൃഷ്ടിജാലങ്ങൾ, അത് അലീമും ഏറ്റവും നന്നായി അറിയുന്നവനും ഖബീറും ഏറ്റവും സൂക്ഷ്മമായി കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നവനായ ഒരു റബ്ബിനെ അറിയിക്കുന്നില്ല എന്നാണ് അറാബി ചോദിച്ചത്. അള്ളാഹുവിന്റെ സൃഷ്ടികൾ അള്ളാഹുവിനെ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഒരാളോട് ചോദിച്ചു, എങ്ങനെയാണ് അള്ളാഹുവിനെ മനസ്സിലായത്? അയാൾ പറഞ്ഞു, തീരുമാനങ്ങൾ മാറുന്നതിലൂടെയാണ് ഞാൻ അള്ളാഹുവിനെ മനസ്സിലാക്കിയത്. തീരുമാനങ്ങൾ മാറുക, നമ്മൾ തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങൾ അത് മാറുന്നു. ആരാണ് അതിനെ മാറ്റിയത്? അല്ലെ, നമ്മള് ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചു, ഇന്ന ദിവസം ഇന്ന സ്ഥലത്തേക്ക് യാത്ര പോകണം, നമ്മൾ തീരുമാനിച്ചു, അതിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു, പെട്ടെന്ന് അത് മാറും. ആരാണ് അതിനെ മാറ്റിയത്? നമ്മൾ തീരുമാനിച്ച് ഉറപ്പിച്ച കാര്യങ്ങൾ അതിനാരാണ് മാറ്റിയത്? ഒരു പ്രതീക്ഷയുമില്ലാത്ത സാഹചര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. ഒരു കാര്യത്തിന്റെ വിഷയത്തിൽ നമുക്ക് അങ്ങേയറ്റത്ത് നിരാശ ഉണ്ടാവും. ഒരു പ്രതീക്ഷ പെട്ടെന്ന് അത് ആ നിരാശയും പ്രതീക്ഷയൊക്കെ മാറി അത് നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിലേക്ക്. ആരാണ് അതിനെ മാറ്റിയത്? നമ്മളോ?
അതൊക്കെ അറിയിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നതിനാണ്. അല്ലാഹുവിന്റെ സൃഷ്ടികൾ, അല്ലാഹുവിന്റെ തീരുമാനങ്ങൾ അത് അല്ലാഹുവിനെ അറിയിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളിലുള്ള ഇത്ഖാൻ, കൃത്യത, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കും. ഓരോ സൃഷ്ടികളും നിങ്ങൾ നോക്കൂ, അതിന് അതിൻ്റെതായ രൂപം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അനുയോജ്യമായ രൂപത്തിലാണ് നൽകിയിട്ടുള്ളത്. നമ്മളെ ശരീരം എടുത്തു നോക്കുക. നമ്മുടെ ശരീരത്തിൽ കണ്ണിരിക്കേണ്ടടുത്ത് മൂക്കും, മൂക്കിരിക്കേണ്ടടുത്ത് കണ്ണാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ചെവിയുള്ളിടത്ത് ചുണ്ടും, ചുണ്ടുള്ളിടത്ത് ചെവിയായാൽ എന്തായിരിക്കും അവസ്ഥ? അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലദീ ഖലഖ ഫസവ്വ, സൃഷ്ടിക്കുകയും കൃത്യമായി അതിനെ രൂപകൽപ്പന ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ, കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഡിസൈൻ ചെയ്തിട്ടുണ്ട്. റബ്ബുന അല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും അതിൻ്റെതായ സൃഷ്ടിപ്പ് രൂപം നൽകുകയും പിന്നീട് അതിന് ഹിദായത്ത് വഴി കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന് നമ്മൾ അറിയിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ യഖീൻ കൂട്ടുന്ന കാര്യങ്ങളാണ്. ഇതിനെ കുറിച്ച് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കഴിവുകളെ കുറിച്ച് പഠിക്കാം. നമ്മുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കാം. ഖുലിഖു മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ, അല്ലാഹു ചോദിച്ചില്ല നിങ്ങൾ വെറുതെ ഉണ്ടായതാണോ, അതല്ല നിങ്ങൾ തന്നെയാണോ നിങ്ങളുടെ സൃഷ്ടാവ് എന്ന് അല്ലാഹു ചോദിച്ചിട്ടുണ്ട്. അത് ചിന്തിച്ചു നോക്കുക. നമ്മുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കുക. യഖീൻ വർദ്ധിക്കും. അം ഖുലിഖു മിൻ ഗൈരി ശൈഇൻ, നിങ്ങൾ ഒന്നുമില്ലാതെ വെറുതെ ഉണ്ടായതാണ്. നമ്മൾ വെറുതെ ഉണ്ടാകുക, ഒരു കാര്യമില്ലാതെ വെറുതെ ഉണ്ടാക്കുക എന്നുള്ളത് മനുഷ്യന്റെ ബുദ്ധിക്ക് യോജിക്കുന്നതാണ്. അതല്ല നമ്മൾ തന്നെയാണോ നമ്മളെ സൃഷ്ടിച്ചത്? 3 ഓപ്ഷൻസ് ഉള്ളത്. ഒന്നല്ലേ നമ്മൾ വെറുതെ ഉണ്ടാക്കുക, അങ്ങനെ സംഭവിക്കൂ? വെറുതെ ഉണ്ടാകുക എന്നുള്ളത് സംഭവിക്കൂ. അതിൽ നമ്മൾ തന്നെ നമ്മളെ സൃഷ്ടിക്കുക, അതും ഒരിക്കലും സംഭവിക്കൂലല്ലോ. ഉദാഹരണത്തിന് നമ്മൾ ചിന്തിച്ചു നോക്കുക. നമുക്കിപ്പോ കഴിവുണ്ട്, ആരോഗ്യമുണ്ട്, നമ്മളെ ആയുസ്സിൽ നമുക്ക് കൂട്ടാൻ പറ്റൂ, വർദ്ധിപ്പിക്കാൻ പറ്റൂ? ഇല്ല. നമുക്ക് കഴിവുള്ള സമയത്ത് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ആയുസ് നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ഇല്ലാത്തൊരു കാലത്ത് തന്നെ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുക? അപ്പൊ നമ്മളും അല്ല നമ്മളെ സൃഷ്ടിച്ചത്. പിന്നെ ആരാണ്? പിന്നെ നമ്മളെ സൃഷ്ടിച്ചൊരു സൃഷ്ടാവ് ഉണ്ടായിരിക്കണം. തുടക്കമില്ലാത്ത അവസാനമില്ലാത്തവനായ ഒരുവൻ ഉണ്ടായിരിക്കണം. അതാണ് ബുദ്ധിക്ക് യോജിക്കുന്നത്. അപ്പൊ ആ സൃഷ്ടാവ് ആരാണ്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ യഖീനിനെ വർദ്ധിക്കുന്ന കാര്യമാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല കേവലം സൃഷ്ടിക്കുക മാത്രമാണോ ചെയ്തത്? എല്ലാ സൃഷ്ടികൾക്ക് അവർക്ക് ആവശ്യമായ, അവരുടെ ജീവിതത്തിന് ആവശ്യമായ, അവർക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അറിയിച്ചു കൊടുക്കുകയും അതിലേക്ക് അവരെ വഴികാട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള റിസ്ക്, ഉപജീവന മാർഗങ്ങൾ, വ്യത്യസ്തങ്ങളായ മാർഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുണ്ട്. മറ്റ് ജീവജാലങ്ങൾക്കാകട്ടെ, വന്യമൃഗങ്ങൾക്ക് പോലും ആകട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കുള്ള റിസ്ക് എന്ത് ചെയ്തിട്ടുണ്ട്? നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്തത്, നേരെ മറിച്ച് അവർക്കുള്ള ആവശ്യമായ സഹജമായ എല്ലാ കാര്യങ്ങളും ഒഴിക്കുകയും അതിലേക്ക് അവരെ വഴി കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതും നമുക്ക് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്.
നമ്മുടെ യഖീൻ അത് വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. ഉദാഹരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തേനീച്ചയെ കുറിച്ച് പറഞ്ഞു. വഔഹാ റബ്ബുക ഇലൻ നഹ്ലി അൻ ഇത്തഖിദി മിനൽ ജിബാലി ബുയൂതൻ വമിനശ് ശജരി വമിമ്മാ യഅരിഫൂൻ. അല്ലാഹു നഹ്ലിന് തേനീച്ചക്ക് ബോധനം നൽകി. അത് മരങ്ങളിലും അതുപോലെ തന്നെ പർവ്വതങ്ങളിലും അതിന്റെ വീട് സ്വീകരിക്കുവാനും അതിൻ്റെതായ ജീവിതത്തിന് ഉതകുന്ന കാര്യങ്ങൾ അത് കണ്ടുപിടിക്കാനുമുള്ള ബോധനം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. എങ്ങനെ ആരാണ് തേനീച്ചക്ക് അതിനെ കൂടെ നിർമ്മിക്കാൻ, അതുപോലെ തന്നെ ആ തേനീച്ചകളുമായി കൂട്ടമായി പ്രവർത്തിച്ച് തേൻ ശേഖരിക്കാൻ ആരാണ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്? അവരേത് സ്കൂളിൽ പോയിട്ടുണ്ടോ? ഏതെങ്കിലും കോളേജിൽ പോയിട്ടുണ്ടോ? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്ന കാര്യമാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ ഉറുമ്പുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ആ ഉറുമ്പുകൾ അവർക്കിടയിൽ സംസാരമുണ്ട്, അവർക്കിടയിൽ കൂട്ടമായ പ്രവർത്തനങ്ങളുണ്ട്, അതുപോലെ തന്നെ അവർക്ക് ബുദ്ധിയുണ്ട്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിക്കേണ്ട മാർഗദർശനം, ഹിദായത്ത് അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇങ്ങനെ അള്ളാഹുവിന്റെ ദാത്തിനെ കുറിച്ച്, അള്ളാഹുവിന്റെ ഖുദ്റത്തുകളെ കുറിച്ച്, അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളെ കുറിച്ച്, അവരിലുള്ള ഇത്ഖാൻ, അവരിലുള്ള കൃത്യതയെ കുറിച്ച്, അതുപോലെ തന്നെ അള്ളാഹു ഓരോ സൃഷ്ടിജാലങ്ങൾക്കും ഹിദായത്ത്, ജീവിക്കാനുള്ള ജീവിത മാർഗം കാണിച്ചു കൊടുത്തു എന്ന കാര്യങ്ങൾ, ഇതൊക്കെ ചിന്തിച്ചാൽ ഒരുവന് യഖീൻ വർദ്ധിപ്പിക്കും. ഒരുവന് യഖീൻ വർദ്ധിക്കും. ഇപ്പൊ യഖീൻ വർദ്ധിക്കാനുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. യഖീൻ വർദ്ധിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതൊക്കെ കേവലം ആമുഖങ്ങളാണ്, നമ്മൾ സൂചിപ്പിച്ചിട്ടേ ഉള്ളൂ. നമ്മൾ ആദ്യം പറഞ്ഞത് പഠിക്കണം എന്നാ പറഞ്ഞത്. ഇതൊക്കെ വിശദമായി ഒരുവൻ പഠിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം അവന്റെ ഈമാനിൽ, യഖീനിൽ അവന് വർധനവുണ്ടാകും, എത്രത്തോളം അവന് ഉറപ്പുണ്ടാകും, വലിയ ഉറപ്പ്, വലിയ ദൃഢത, അതുപോലെ തന്നെ ഈമാനിലുള്ള സ്ഥൈര്യം, വർധനവ് അവൻ ഒരുപാട് വർദ്ധിക്കും എന്നുള്ളതാണ്. നമ്മളിത് കേവലം പറഞ്ഞു പോയിട്ടുള്ളൂ എങ്കിൽ കൃത്യമായി പഠിക്കുന്ന, വിശദമായി പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം യഖീനിൽ വർധനവുണ്ടാകും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത്, അതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത് ദലായിലുൻ നുബുവ എന്നാണ് അതിന് പറയാം. പണ്ഡിതന്മാർ അതിൽ കിതാബുകൾ വരെ രചിച്ചിട്ടുണ്ട്, വാളിക്കണക്കിനുള്ള കിതാബുകൾ. ഇമാം അൽ ബൈഹഖി അദ്ദേഹത്തിന് ദലായിലുൻ നുബുവ എന്ന പേരിൽ ഒരു കിതാബ് തന്നെയുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ കാര്യങ്ങൾ, അതിന്റെ തെളിവുകളെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് യഖീൻ വർദ്ധിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന്റെ തെളിവുകൾ? എന്തൊക്കെയാണ്? ഇതൊക്കെ നമ്മള് വളരെ ബേസിക്കായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ഇന്ന് ഈ പറഞ്ഞ നിരീശ്വരവാദികളൊക്കെ ആശയക്കുഴപ്പമുണ്ടാക്കി നടക്കുന്നത് ഈ പറഞ്ഞ പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഖാലിഖായ, സൃഷ്ടാവായ അള്ളാഹുവിലേക്കാണ് ഇവർ ഈ സംശയം ഉണ്ടാക്കുന്നത്. ഈ സംശയത്തിൽ പെട്ടുപോകാതിരിക്കാൻ ഇത്തരം അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ബോധമുണ്ടായിരിക്കണം. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വത്തിന്റെ തെളിവുകൾ? എന്തൊക്കെയാണ്? ഖുർആൻ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആ മുഅ്ജിസത്ത്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ പ്രവാചകത്വത്തിനുള്ള തെളിവാണ്. അതുപോലെ തന്നെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം, അവിടുത്തെ ജീവിത രീതി, അതൊക്കെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും എന്ത് ചെയ്തിട്ടില്ല? തമാശക്ക് പോലും കളവ് പറഞ്ഞിട്ടില്ല. ഒരു മനുഷ്യന് ഇന്ന് അങ്ങനെ ജീവിക്കാൻ പറ്റും? അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അമീൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഒരാൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെറുപ്പുണ്ടായിരുന്നില്ല അവിടുന്ന് റസൂലാകുന്നത് വരെ. പിന്നീട് സ്വാഭാവികമായും തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് ചീത്ത വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടിട്ടുണ്ട്. എന്നാൽ ഹഖീഖത്തൻ, യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ ഒരുവന് വെറുപ്പുണ്ടാക്കുന്ന ഒരു നിമിഷം പോലുമില്ല. ഒരു ചെറിയ കാര്യം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ബുദ്ധിയുള്ള ഒരു മനുഷ്യന് വെറുപ്പുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെ ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് പരിശോധിച്ചു നോക്കിയാൽ ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, നോക്കൂ, ومن الناس من دعاه إلى الإيمان به صلى الله عليه وسلم معرفة صفاته وأخلاقه وكماله. ജനങ്ങളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ കുറിച്ചുള്ള അറിവ്, അതുപോലെ തന്നെ അവിടുത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അവിടുത്തെ വ്യക്തിത്വത്തിന്റെ പരിപൂർണത, ഇതൊക്കെ മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്നാണ്. അത് വലിയ യഖീൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയെ കുറിച്ച് പഠിക്കുക എന്നുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണങ്ങളെ കുറിച്ച് പഠിക്കുക, അവിടുത്തെ പ്രവാചകത്വത്തിന്റെ തെളിവായ മുഅ്ജിസാത്തുകൾ അതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത് വലിയ യഖീൻ ഉണ്ടാക്കും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേട്ടത് കൊണ്ട് മാത്രം ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളുണ്ട്. അത് വലിയ യഖീൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. ഖുർആൻ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ പ്രവാചകത്വത്തിനുള്ള തെളിവാണ്. നമ്മൾ പറഞ്ഞു, ഏറ്റവും വലിയ മുഅ്ജിസത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു കൊടുത്ത മുഅ്ജിസത്ത്. ആ ഖുർആനിൽ തന്നെ അത്ഭുതങ്ങളുണ്ട്. ആ ഖുർആനിലുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് മതിയായ യഖീൻ ഉണ്ടാക്കുവാൻ അത് മാത്രം മതിയായതാണ്. ഖുർആൻ ഒരുവൻ പഠിക്കുകയാണെങ്കിൽ, അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അവന്റെ ഹൃദയത്തിന് വിശാലത ഉണ്ടാകും. അവന്റെ ഹൃദയം അത് ഹിദായത്തിലേക്ക് തുറക്കും. പിന്നെ ഒരു സംശയം അവനുണ്ടാവുകയില്ല. നമുക്ക് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഗർഭസ്ഥ ശിശു ഒരു സ്ത്രീയുടെ ഗർഭത്തിൽ എങ്ങനെയാണ് ഘട്ടം ഘട്ടമായി വളരുന്നത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എപ്പോഴാണ് പഠിപ്പിക്കണത്? 1400 വർഷങ്ങൾക്ക് മുമ്പാണ്. ശാസ്ത്രീയമായി ഒരു പുരോഗതി ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഒരു സ്ത്രീയുടെ ഗർഭത്തിന്റെ ഉള്ളിൽ എങ്ങനെ ഒരു ഗർഭസ്ഥ ശിശു ഉണ്ടാകുന്നത് എന്ന് അല്ലാഹു ഘട്ടം ഘട്ടമായി പഠിപ്പിക്കുന്നു. ആ കാലഘട്ടത്തിൽ ഇത് അല്ലാഹുവിനല്ലാതെ ആർക്കാണ് പറയാൻ സാധിക്കുക? അതുകൊണ്ടാണ് അല്ലാഹു ഖുർആനെ കുറിച്ച് വെല്ലുവിളിച്ചത്. ഖുർആൻ പോലെ നിങ്ങൾക്ക് ഒരു സൂറത്തോ അതുപോലെ ഒരു കിതാബോ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും? ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കില്ല. ജിന്നും ഇൻസും മുഴുവൻ ഒരുമിച്ചാൽ പോലും ഖുർആൻ പോലെ മറ്റൊന്നും കൊണ്ടുവരാൻ സാധിക്കുക പോലുമില്ല. ഖുർആനിന്റെ ഇഅ്ജാസ്, ഖുർആൻ അത് ഇറക്കുക എന്നുള്ളത്, അതുപോലെ ഒരു കാര്യം സംസാരിക്കുക എന്നുള്ളത്, അതുപോലെ വചനങ്ങൾ പറയുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ കഴിയിൽപ്പെട്ട കാര്യമല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമാണ്, അവനിൽ നിന്ന് അവതരിച്ചതാണ് എന്ന് അത് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുവാൻ സാധിക്കും.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് നമ്മുടെ യഖീനിൽ വർധന ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ വഇൽമുൻ അൻ ശുമൂലി ശരീഅത്തുൽ ഇസ്ലാമി വകമാലിഹി, ഇസ്ലാമിന്റെ പരിപൂർണത, ഇസ്ലാമിൽ ഉൾക്കൊണ്ട കാര്യങ്ങൾ, അതിന്റെ വ്യക്തത, അതിന്റെ മനോഹാരിത മനസ്സിലാക്കുക എന്നുള്ളത് നമ്മെ യഖീനിൽ വർധനവുണ്ടാക്കും. നോക്കൂ, ഇസ്ലാമിന്റെ ആദർശം മുഴുവൻ മനുഷ്യന്റെ ഫിത്രത്തിനോട് യോജിച്ച കാര്യമാണ്. മനുഷ്യന്റെ തെളിഞ്ഞ ബുദ്ധിക്ക് യോജിക്കാത്ത ഒരു കാര്യവും ഇസ്ലാമിലില്ല. എല്ലാം പരിപൂർണമായും മനുഷ്യന്റെ ബുദ്ധിക്ക് യോജിക്കുന്ന കാര്യമാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഒരിക്കലും ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ബുദ്ധിക്ക് എതിരായി കൊണ്ടുവരില്ല. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഒരിക്കലും ബുദ്ധിക്ക് എതിരായി വരില്ല. വലാകിൻ ബിമുഹാറാത്തിൽ ഉഖൂൽ, ബുദ്ധിയെ അമ്പരിപ്പിച്ചു കൊണ്ടുവരും. ബുദ്ധിക്ക് എതിരായി ഒരിക്കലും വരില്ല, പക്ഷെ ബുദ്ധിയെ അമ്പരിപ്പിച്ചു കൊണ്ടുവരും. ഇസ്ലാമിലുള്ള കാര്യങ്ങളെല്ലാം ബുദ്ധിക്ക് യോജിച്ച കാര്യങ്ങളാണ്. ഇനി ആർക്കെങ്കിലും ഇസ്ലാമിലെ കാര്യങ്ങൾ ബുദ്ധിക്ക് യോജിച്ചതല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇസ്ലാമിനാണോ കുഴപ്പം, അവന്റെ ബുദ്ധിക്കാണോ കുഴപ്പം? അവന്റെ ബുദ്ധിക്കാണ് കുഴപ്പം. ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, അവന്റെ ബുദ്ധി അതിനനുസരിച്ച് വികസിച്ചിട്ടില്ല. ഇസ്ലാമിൽ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ മാത്രം അവന്റെ ബുദ്ധി വികസിച്ചിട്ടില്ല എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ ഇസ്ലാം അതിന്റെ പരിപൂർണത, ഇസ്ലാമിൽ അടങ്ങിയ കാര്യങ്ങൾ, അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഒരുവന് യഖീൻ വർദ്ധിക്കും. ഇസ്ലാമിലുള്ള കാര്യങ്ങളെല്ലാം ബുദ്ധിക്ക് യോജിച്ചതാണ്. ഇസ്ലാമിന്റെ ഓരോ വശവും നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കും. ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങൾ, ഇബാദത്തുകൾ, നിസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ് വളരെ പരിപൂർണമാണ്, കൃത്യമാണ്. അതിലൊരു ആശയക്കുഴപ്പമോ അതിലൊരു വക്രതയോ വ്യക്തതയില്ലായ്മയോ ഇല്ല. ഓരോ ഇബാദത്തുകൾ, അതുപോലെ തന്നെ ഇടപാടുകളുടെ വിഷയമാകട്ടെ, അവിടെയും ഇസ്ലാം കൃത്യമായി നിർദ്ദേശങ്ങൾ നടത്തിയിട്ടുണ്ട്. സമ്പാദിക്കണം, ജനങ്ങളിൽ നിന്ന് ആശ്രയിച്ച് ജീവിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇടപാടുകളുടെ വിഷയത്തിൽ പരസ്പരം അക്രമം കാണിക്കാൻ പാടില്ല, പലിശ, അതുപോലെ തന്നെയുള്ള വഞ്ചനകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇടപാടുകൾ ചെയ്യാൻ പാടില്ല. നോക്കുക, ഇബാദത്തുകൾ, ഇടപാടുകളിലുള്ള കൃത്യത, അതുപോലെ തന്നെ മര്യാദകൾ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമായ സകല മര്യാദകളും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ല, ഒരിക്കലും ഒരു ജൂതൻ ഒരു സ്വഹാബിയോട് കളിയാക്കി കൂടി ചോദിക്കണം, അല്ലമക്കും നബിയുക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്തൽ ഖിറാഅ, നിങ്ങളെ റസൂൽ നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകുമ്പോഴുള്ള മര്യാദ വരെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് കളിയാക്കി ചോദിച്ചു. ആ സഹാബി അഭിമാനത്തോടു കൂടി പറഞ്ഞു, അതെ, ഞങ്ങളെ റസൂൽ ഞങ്ങൾക്ക് അതുവരെ പഠിപ്പിച്ചിട്ടുണ്ട്. ബാത്റൂമിൽ പോകുമ്പോൾ മറ സ്വീകരിക്കണം, ഖിബിലക്ക് മുന്നിട്ടുകൊണ്ട് ഇരിക്കാൻ പാടില്ല, ശുദ്ധീകരിക്കുമ്പോൾ എന്തുകൊണ്ട് ശുദ്ധീകരിക്കണം, എത്ര തവണ ശുദ്ധീകരിക്കണം. ഇങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമായ, അവന്റെ ജീവിതത്തിന്റെ ഏത് മേഖലയെയും സ്പർശിക്കുന്ന ഒരു സമ്പൂർണ്ണ പരിപൂർണ സംഹിതയാണ് ഇസ്ലാം. ഇതൊരു മനുഷ്യന്റെ സൃഷ്ടിപ്പോ ഒരു മനുഷ്യനുണ്ടാക്കിയ പ്രത്യയശാസ്ത്രമോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയ കാര്യമല്ല. ഇത് മനുഷ്യരെ സൃഷ്ടിച്ച മനുഷ്യന്റെ പിന്നെ വികാരവും വിചാരവും അറിയുന്ന അവരുടെ റബ്ബ്, അവന്റെ നിയമങ്ങളാണ് എന്ന് ആ ഇസ്ലാമിന്റെ പരിപൂർണത ഒരുവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ചിന്തിച്ചു കഴിഞ്ഞാൽ അവന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ ഒരു വശം പഠിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിൽ ഉൾക്കൊണ്ട കാര്യങ്ങൾ, അതിന്റെ പരിപൂർണത
അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ യഖീനിൽ വലിയ മാറ്റമുണ്ടാകും, ഈമാനിൽ വലിയ വർധനവുണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ യഖീൻ വർദ്ധിപ്പിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഇപ്പൊ എത്ര കാര്യങ്ങൾ പറഞ്ഞു? ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ താഴെ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത്. ആദ്യം നമ്മൾ യഖീനിന്റെ മഹത്വം പറഞ്ഞു, എന്തിനാണ് നമ്മൾ യഖീൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു, അതിന്റെ ആവശ്യകത പറഞ്ഞു. യഖീനില്ലെങ്കിൽ വരുന്ന ദുരന്തങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. യഖീനിലേക്ക് നമ്മൾ ആവശ്യക്കാരാണെന്ന് പറഞ്ഞു. യഖീൻ ഉണ്ടാകുവാൻ നമ്മൾ ആദ്യമായി പഠിക്കണമെന്ന് പറഞ്ഞു. അൽ ഇൽമുൻ നാഫി, മൊത്തത്തിൽ ദീൻ പഠിക്കുക എന്നുള്ള യഖീൻ വർദ്ധിപ്പിക്കും. അല്ലാഹുവിലേക്ക് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കുക. ഇനി ആ ഇൽമിന്റെ താഴെ വരുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. പഠിക്കുമ്പോൾ യഖീൻ വർദ്ധിപ്പിക്കാൻ കൂടുതൽ സഹായകരമായ ചില കാര്യങ്ങൾ. അതിലൊന്ന് അള്ളാഹുവിന്റെ ദാത്തിനെ കുറിച്ച്, അള്ളാഹുവിന്റെ തൗഹീദിനെ കുറിച്ച്, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സൃഷ്ടികളിൽ നിശ്ചയിച്ച കൃത്യത, അവർക്ക് ജീവിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ, അള്ളാഹു കൊടുത്ത കാര്യങ്ങൾ, ഇത് ചിന്തിക്കുക. രണ്ടാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കുക, അവിടുത്തെ നുബുവത്തിന്റെ തെളിവുകളെ കുറിച്ച് പഠിക്കുക. മൂന്നാമത്തേത് ഇസ്ലാമിന്റെ പരിപൂർണത, ഇസ്ലാം ഉൾക്കൊണ്ട കാര്യങ്ങൾ, അതിന്റെ വിശാലത, അതിനെക്കുറിച്ച് പഠിക്കുക. ഇത് യഖീൻ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ട. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ച് ചിന്തിക്കുക, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. ഇത് നമ്മളെ യഖീൻ അത് വർദ്ധിപ്പിക്കും. നമ്മൾ ആദ്യം പറഞ്ഞത് അള്ളാഹുവിന്റെ ദാത്തിനെ കുറിച്ച്, അള്ളാഹുവിന്റെ പ്രവൃത്തിയെ കുറിച്ച് ചിന്തിക്കാനാണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായോ? ആദ്യം പറഞ്ഞ കാര്യം ഇത് രണ്ടും ഒരുമിക്കുന്നില്ല. ആദ്യം പറഞ്ഞ അള്ളാഹുവിന്റെ പ്രവൃത്തി, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് എന്ന പ്രവൃത്തിയെ കുറിച്ച് ചിന്തിക്കാനാണ് പറഞ്ഞത്. അള്ളാഹു അതില് ഓരോരുത്തർക്കും വഴി കാണിച്ചിട്ടുണ്ട്. അള്ളാഹു സൃഷ്ടിച്ചത് തന്നെ പെർഫെക്ഷനോട് കൂടിയാണ് എന്ന അള്ളാഹുവിന്റെ പ്രവൃത്തിയെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പറഞ്ഞത്. ഇത് അള്ളാഹു സൃഷ്ടിച്ച, അള്ളാഹു അവനാൽ സൃഷ്ടിക്കപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക. അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളെ കുറിച്ച് ചിന്തിക്കുക. അള്ളാഹു ഒരുപാട് ഖുർആനിൽ കൽപ്പിച്ച കാര്യമാണ്. അള്ളാഹുവിന്റെ ഈ സൃഷ്ടിജാലങ്ങളിൽ യഖീനുള്ള ആളുകൾക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട്, ബുദ്ധിയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇന്ന ഫീ ഖൽഖി സ്സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ, അതുപോലെ തന്നെ രാവും പകലും മാറി മാറി വരിക എന്നുള്ള കാര്യത്തിൽ ബുദ്ധിയുള്ള ആളുകൾക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട്. അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. നിങ്ങൾ ഒട്ടകങ്ങളിലേക്ക് നോക്കിയിട്ടില്ല, എങ്ങനെയാണ് അത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്? നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കിയിട്ടില്ല, എങ്ങനെയാണത് ഉയർത്തപ്പെട്ടിട്ടുള്ളത്? ഒരു തൂണുകൾ നമുക്ക് കാണാനില്ല. പക്ഷെ ഇന്ന് വരെ ആകാശം ഇടിഞ്ഞു വീണെന്ന് ആരെങ്കിലും പരാതി പറഞ്ഞു കേട്ടിട്ടുണ്ടോ? വലിയ വലിയ പർവ്വതങ്ങൾ, അതിനെങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാട്ടിയിട്ടുള്ളത്? ആ പർവ്വതങ്ങൾ ജനങ്ങളുമായിട്ട് ആടി ഒലയുന്നില്ല. അല്ലാഹു അതിനെ ഉറപ്പിച്ചു നിർത്തിയിട്ടുണ്ട്. ഭൂമി, അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് വിശാലതയുള്ളതാക്കിയത്? നമുക്ക് ആകാശം ഭൂമിക്കൊരു മേൽക്കൂരയായി, ഭൂമി നമുക്കൊരു വീടായി, അതിലുള്ള വലിയ മലകളും മരങ്ങളും നമുക്ക് തണലും, അതുപോലെ തന്നെ ഭൂമി ഉറപ്പിച്ചു നിർത്താനുള്ള കാര്യങ്ങളുമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കും. ഇതൊക്കെ നമ്മൾ ചിന്തിക്കാൻ വേണ്ടി അള്ളാഹു പടച്ചുണ്ടാക്കിയതാണ്. പക്ഷെ ഇന്ന് നോക്കൂ, ആളുകൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ലക്ഷങ്ങൾ മുടക്കി ടൂർ പോവുകയാണ്. ഒരുവൻ അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ചിന്തിക്കുന്ന മുഅ്മിനീങ്ങളുണ്ട്, പക്ഷേ ഭൂരിപക്ഷ ആളുകളും വലാകിന്ന അക്സറന്നാസി ലാ യശ്കുറൂൻ
വലാകിന്ന അക്സറ അന്നാസി ലാ യഅലമൂൻ, അവർ ചിന്തിക്കുന്നില്ല. ടൂർ പോകണതിനൊക്കെ കുറവുണ്ട് നമ്മുടെ നാട്ടിൽ. എവിടേക്കൊക്കെ ആളുകൾ ടൂർ പോകുന്നത്, ലക്ഷങ്ങൾ മുടക്കി ടൂർ പോകുക. എന്നിട്ട് ഇവൻ ഈ സൃഷ്ടികൾ കാണാൻ അത് ഫോട്ടോ പകർത്താൻ. പക്ഷെ അവൻ ആ റബ്ബിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. എത്ര വലിയ നന്ദി കേടാണ്. പക്ഷെ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് യഖീൻ വർദ്ധിക്കാണ്. അള്ളാഹുവിന്റെ ഈ സൃഷ്ടി പ്രതിഭാസങ്ങളെ, അത്ഭുതകരമായ ഈ സൃഷ്ടിജാലങ്ങളെ കാണുമ്പോൾ അവൻ ആദ്യം ഓർമ്മ വരുന്ന റബ്ബിനെയാണ്. അവൻ അറിയാതെ പറഞ്ഞു പോകുന്നു, സുബ്ഹാനക, അല്ലാഹു നീ എത്ര പരിശുദ്ധനാണ്. റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില, അല്ലാഹു നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല. റബ്ബിനെ കുറിച്ച് ഓർമ്മ വരാൻ യഖീൻ വർദ്ധിക്കാൻ, അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് അത് നമുക്ക് യഖീൻ വർദ്ധിക്കും. ഉസ്മാൻ ഇബ്നു മർസൂഖ് അൽ-ഖുറശി അദ്ദേഹം പറയുന്നു, അൽ മഖ്ലൂഖാതു കുല്ലുഹാ മിന അൻ-നംലതി ഇല അൽ-അർശ് തുറുഖുൻ ഇലാ മഅരിഫതി. അല്ലാഹുവിന്റെ സൃഷ്ടിജാലങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഉറുമ്പ് മുതൽ അള്ളാന്റെ അർശ് വരെ, ഏറ്റവും ചെറിയ ഉറുമ്പ്, അതിനേക്കാൾ ചെറിയ സൃഷ്ടി ഉണ്ടാകും, ഉണ്ടായേക്കാം അല്ലെ? ബാക്ടീരിയാസ്, വൈറസ്, അത് നമ്മൾ കാണാറില്ല. എന്ത് തന്നെയും ഒരു ഉറുമ്പ് മുതൽ അർശ് വരെ ഇതൊക്കെ അള്ളാന്റെ സൃഷ്ടിയാണ്. ചെറിയ സൃഷ്ടി മുതൽ വലിയ സൃഷ്ടി വരെ എല്ലാ അള്ളാഹുവിന്റെ മഖ്ലൂഖാത്തുകളും അള്ളാഹുവിനെ അറിയാനുള്ള വഴിയാണ്. അള്ളാഹു എത്രയോ മുമ്പ് തന്നെയുണ്ട് എന്ന അറിയിക്കുന്ന സ്പഷ്ടമായ സുസ്ഥാപിതമായ തെളിവാണ് അള്ളാഹുവിന്റെ സൃഷ്ടികളെല്ലാം. ഈ പ്രപഞ്ചം മുഴുവൻ അള്ളാഹു ഏകനാണ് എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നാവാണ്. എത്ര മനോഹരമായ വാക്കാൻ നോക്കുന്ന. ഈ പ്രപഞ്ചം മുഴുവൻ അള്ളാഹു ഏകനാണ് എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു നാവ് പോലെയാണ്. ഈ പ്രപഞ്ചം, ഈ ലോകം മുഴുവൻ ഒരു തുറന്നു വച്ച പുസ്തകമാണ്. ആ ലോകം എന്ന പുസ്തകത്തിൽ നിന്ന് ഓരോരുത്തരുടെയും ഉൾക്കാഴ്ചക്കനുസരിച്ച് വായിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കി അവൻ അള്ളാഹുവിലേക്ക് എത്തും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികൾ അവനെ അറിയിക്കുന്നതാണ്. നമ്മളെ ശരീരത്തിലേക്ക് തന്നെ നോക്കും. നമ്മൾ ദൃഷ്ടി ഒന്ന് പായിപ്പിച്ചു കഴിഞ്ഞാൽ, നമ്മളെ മിഴികളൊന്ന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകൾ ചെന്ന് പതിക്കുന്നത് അനേകായിരം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലേക്കാണ്, അല്ലേ? വേണ്ട, നമ്മളാ കണ്ണ്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണുന്ന ആ കണ്ണ് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ, ഏറ്റവും വലിയൊരു അത്ഭുതമല്ലേ? നമ്മുടെ കണ്ണുകൾ ചെന്ന് പതിക്കുന്നത് അനേകായിരം ദൃഷ്ടാന്തങ്ങൾക്ക് മേലാണ് എങ്കിൽ പോലും ആ ദൃഷ്ടാന്തങ്ങൾ കാണുന്ന കണ്ണുവരെ അള്ളാഹുവിന്റെ വലിയ അത്ഭുതമാണ്. അതുകൊണ്ടാണ് അള്ളാഹു ചോദിച്ചു, വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങളുടെ ശരീരത്തിൽ തന്നെയുണ്ട്, അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചതായി കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ ഓരോ സൃഷ്ടിപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ ഈമാൻ വർദ്ധിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അബൂ ദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, തഫക്കുറു സഅത്തിൻ ഖൈറും മിൻ ഖിയാമി ലൈലത്തിൻ. കുറച്ച് സമയം ഇരുന്ന് അള്ളാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ചും ചിന്തിക്കാന്നുള്ളത് ഞാൻ ഒരു രാത്രി നിസ്കരിക്കുന്നതിനേക്കാൾ ഖൈറായതാണ് എന്ന് മനസ്സിലാക്കും. ഒരു രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുക എന്നതിനേക്കാൾ ഖൈറാണെന്ത്? കുറച്ച് സമയം അള്ളാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കാന്നുള്ളത്. അത് വലിയൊരു ഇബാദത്താണ് തഫക്കുർ. അള്ളാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ച് ചിന്തിച്ച് അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്ന കാര്യം. യഖീൻ വർദ്ധിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്
അൽ ഇസ്തിജാബത്തു ലില്ലാഹി വലിർ റസൂൽ, അല്ലാഹുവിനും അവന്റെ റസൂലിനും ഉത്തരം കൊടുക്കുക എന്നുള്ളത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ദീനുൽ ഇൽമി വൽ അമൽ, അറിവിന്റെയും അമലിന്റെയും ദീനാണ്. അറിവുകൊണ്ട് പ്രവർത്തനമുണ്ട്. അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞത് തഅല്ലമു തഅല്ലമു, നിങ്ങൾ ആദ്യം പഠിക്കുക, പിന്നെയും പഠിക്കുക. ഫഇദാ അലിംതും, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഫഅമലു, നിങ്ങൾ പ്രവർത്തിക്കുക. അപ്പോ നമ്മുടെ അറിവ് കൊണ്ടുണ്ടാകേണ്ട ഒരു ഫലമാണ് യഥാർത്ഥത്തിൽ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ കേവലം ചിന്തിച്ച് മനസ്സിലാക്കി അറിഞ്ഞ് പോയാൽ മാത്രം കാര്യമല്ല. ഒരുവന് അള്ളാഹിനെ കുറിച്ച് പഠിച്ചു, അള്ളാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ച് മനസ്സിലാക്കി, അതുകൊണ്ട് മാത്രം അവന്റെ യഖീൻ പൂർത്തിയാവുകയില്ല, യഖീൻ വർദ്ധിക്കുകയില്ല. നേരെ മറിച്ച് എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. പ്രവർത്തനത്തിന് വലിയ സ്ഥാനമുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ബാദിറു ബിൽ അഅമാലി ഫിതനൻ കഖിത്ഇൽ ലൈലിൽ മുദ്ലിം. നിങ്ങൾ എന്ത് ചെയ്യാ? കൂരിരുട്ടിന് സമാനമായ ഫിത്നകൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ അമലുകളുമായി മുന്നേറുക. നോക്ക്, വലിയ കൂരിരുട്ടിന് സമാനമായ ഫിത്ന വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വലിയ ഫിത്നകൾ വരും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഈ ഫിത്ന വരുമ്പോൾ അമലുകളുമായി നിങ്ങൾ മുന്നേറുക എന്നാ പറഞ്ഞത്. ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അമലുകളിൽ മുന്നേറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം കൽപ്പിച്ചാൽ, അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യം കൽപ്പിച്ചാൽ, ഒന്നാമതായി അതിൽ നമുക്ക് തൃപ്തി വേണം. തൃപ്തിയോടുകൂടി അത് സ്വീകരിക്കണം. എന്നിട്ട് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കും, അവരുടെ കൽപ്പന അത് പാലിക്കും എന്നതിൽ ഉറച്ച തീരുമാനമെടുക്കുക. എന്നിട്ട് ആ കൽപ്പന നിറവേറ്റുവാൻ പരിശ്രമിക്കുക. ഇതാണ് അള്ളാഹുവിനും റസൂലിനും ഉത്തരം നൽകുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നോക്കൂ, യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബു ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും. മുഅ്മിനീങ്ങളെ, അല്ലാഹുവും റസൂലും നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അല്ലാഹുവിനും റസൂലിനും ഉത്തരം കൊടുക്കണം. ഇമാം സഅദി ഇതിനെ വിശദീകരിച്ചു പറയാണ്, ഫഇന്ന ഹയാത്തൽ ഖൽബി വറൂഹി ബിഉബൂദിയത്തില്ലാഹി തആല, നമ്മുടെ ഹൃദയത്തിനും ആത്മാവിനും ജീവൻ ലഭിക്കുന്ന കാര്യമാണ് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുസരിക്കുക എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിനും റൂഹിനും ജീവൻ പകരുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. സ്ഥിരമായി അള്ളാഹുവിനെയും റസൂലിനെയും ഒരാൾ അനുസരിച്ചാൽ അവന്റെ ജീവിതം, അവന്റെ ഖൽബിൽ, അവന്റെ റൂഹിൽ ജീവൻ ഉണ്ടായിരിക്കും. അള്ളാഹുവും റസൂലും ഒരു കാര്യം കൽപ്പിച്ചാൽ അത് തൃപ്തിയോടുകൂടി സ്വീകരിക്കുക, അതപ്പോൾ തന്നെ പ്രവർത്തിക്കുക. മടിച്ചു നിൽക്കാൻ പാടില്ല. മടിച്ചു നിന്നാൽ എന്തുണ്ടാകുക? അള്ളാഹു ഒരുവനും അവന്റെ ഹൃദയത്തിനുമിടയിൽ മറയിട്ട് കളയും. അള്ളാഹും റസൂലും ഒരു കാര്യം കൽപ്പിച്ച് ആ കൽപ്പന നമ്മൾ പാലിക്കാതിരുന്നാൽ അള്ളാഹു ഹൃദയത്തിന് മറയിടും. പിന്നീട് നമുക്ക് ആഗ്രഹിച്ചാൽ ചെയ്യാൻ പറ്റും. അത് അള്ളാഹുവിന്റെ വലിയ ശിക്ഷയാണ്. അതുകൊണ്ട് ഇമാം സഅദി അദ്ദേഹം പറയാണ്, ഫഹ്ദറു അൻ തറുദ്ദു അംറല്ലാഹി അവ്വല മാ യഅതീകും. അള്ളാഹുവിന്റെ റസൂലിന്റെയും കൽപ്പന നിങ്ങളിലേക്ക് എത്തുന്ന ആദ്യ മാത്രയിൽ തന്നെ നിങ്ങളത് തള്ളിക്കളയാതിരിക്കുക. നിങ്ങളത് തള്ളിക്കളഞ്ഞാൽ ഫയുഹാല ബൈനകും വബൈനഹു ഇദാ അറദ്തുമൂഹു ബഅദ ദാലിക, നിങ്ങൾ അതിന് ശേഷം പിന്നീട് അത് ചെയ്യാം എന്ന് വിചാരിച്ചാലും നിങ്ങൾക്കും അതിനുമിടയിൽ മറയിടപ്പെടും. വതഖ്തലിഫു ഖുലൂബുക്കും, നിങ്ങൾ ഹൃദയം അത് എടറിപ്പോകും.
ഹൃദയത്തിന് ഉറപ്പ് ലഭിക്കുകയില്ല. അത് വലിയ ശിക്ഷയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനക്ക് നമ്മൾ ഉത്തരം കൊടുത്തിട്ടില്ല എങ്കിൽ പിന്നീട് നമുക്കത് പിന്നെ ചെയ്യാൻ സാധിക്കുക. അല്ലാഹുവും റസൂലും ഒരു കാര്യം കൽപ്പിച്ചാൽ അത് പ്രാവർത്തികമാക്കുവാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക. എത്ര വലിയ നഷ്ടം നോക്ക്. അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ അതിന് വകവെക്കാതെ പിന്നീട് അത് ചെയ്യാനുള്ള തൗഫീഖ് നഷ്ടപ്പെടുക എന്നുള്ളത് എത്ര ഗുരുതരമായ ഒരു അവസ്ഥയായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിരലുകൾക്കിടയിലാണ്. അള്ളാഹു അത് ഉദ്ദേശിക്കുന്നത് പോലെ മാറ്റിമറിക്കും. നമുക്കൊരു അമൽ ചെയ്യാൻ തൗഫീഖ് ലഭിച്ചാൽ അത് ഉടനെ ചെയ്യുക. അത് പിന്നീടേക്ക് മാറ്റിവെച്ചാൽ ചിലപ്പോൾ അതിനുള്ള തൗഫീഖ് നഷ്ടപ്പെടും എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക, പ്രവർത്തനങ്ങളിൽ മുന്നേറുക എന്നുള്ളത് യഖീൻ വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്തൊരു കാര്യം ദുആ ആണ്, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. കാരണം മനുഷ്യൻ എത്ര ശക്തനായാലും അവൻ ദുർബലനാണ്. അള്ളാഹുവിന്റെ സഹായം നമുക്ക് അനുകൂലമായിട്ടില്ല എങ്കിൽ നമുക്കൊരു അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്നെ ഒരു വിരൽ പോലും അനക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ നിസ്കാര ശേഷം എന്ത് പ്രാർത്ഥിക്കുന്നു? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക ഹുസ്നി ഇബാദതിക. അല്ലാഹുവേ, നിന്നെ ഇബാദത്ത് ചെയ്യാൻ, നിന്നെ ശുക്ർ കാണിക്കാൻ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാൻ അള്ളാഹിന്റെ സഹായമാണ്. നമുക്ക് തോന്നിയത് കൊണ്ട് മാത്രം കാര്യമല്ല. നമുക്ക് കുറെ ആഗ്രഹമുണ്ട് അള്ളാഹിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കണം, പക്ഷെ തോന്നൽ കൊണ്ട് മാത്രമായില്ല. അള്ളാഹിന്റെ തൗഫീഖ് ലഭിക്കണം. അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം എന്താ? ദുആ ചെയ്യാന്നുള്ളതാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു കഴിവും ഒരു ശക്തിയുമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പ്രവർത്തിക്കുക നമ്മളെ കഴിവുകൊണ്ടാണ് എന്നത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ നമ്മളിലേക്ക് തന്നെ ഏൽപ്പിച്ചു കളയും. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു കഴിവും ശക്തിയുമില്ല. നമുക്ക് അള്ളാന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ, അള്ളാന്റെ ദീൻ പഠിക്കാൻ ഇതുപോലെ വന്നിരിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ, 2 റക്അത്ത് നിസ്കരിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ, ദിക്ർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അള്ളാന്റെ തൗഫീഖാണ്. നമ്മളെ മാത്രം കഴിവല്ല. അതുകൊണ്ട് ദുആ ചെയ്യുക. വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. ഒരു നിമിഷം പോലും അല്ലാഹുവേ എന്നിലേക്ക് നീ ഏൽപ്പിക്കരുത്. എന്നെ തന്നെ എന്നിലേക്ക് തന്നെ ഒരു കണ്ണ് അതൊന്ന് ഇമവെട്ടുന്ന നേരം പോലും എന്നിലേക്ക് നീ എന്നെ ഏൽപ്പിക്കല്ലേ. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങൾ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, എന്റെ ഹൃദയം നീ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണം. ഇത് നമ്മൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മളെ ഹൃദയം ഹിദായത്തിൽ തെറ്റിപ്പോകുമോ എന്ന ഭയം കൊണ്ട്, ഹിദായത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഈ ദുആ നമ്മൾ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ അരികിൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഷെയ്ഖ്, ഒരാളുണ്ടായിരുന്നു, അയാൾ ദീനൊക്കെ ഉള്ള ആളായിരുന്നു, പക്ഷെ അയാൾ തെറ്റിപ്പോയി, അയാളിപ്പോ വഴിപിഴച്ചു പോയി, എന്തായിരിക്കും അതിന് കാരണം എന്ന് ചോദിച്ചപ്പോൾ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹം കൊടുത്ത മറുപടി, അവന് മനസ്സറിഞ്ഞ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക എന്ന് ഇതുവരെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കുകയില്ല. നമ്മളെ അവസ്ഥ നമ്മൾ ചിന്തിക്കണം. ദീനിൽ അടിയുറച്ചു നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഈ ദീനിൽ നിന്ന് തെറ്റിപ്പോകുമോ എന്ന പേടി കാരണം എപ്പോഴാണ് നമ്മൾ അവസാനമായിട്ട് അള്ളാഹിനോട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചിട്ടുള്ളത്? ചിന്തിച്ചു നോക്കുക. മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥനയാണ്, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിനു ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ ഈ ഹിദായത്തിൽ നിന്ന് നീ തെറ്റിച്ചു കളയല്ലേ. നമ്മുടെ ദുആകളിൽ ഉൾപ്പെടുത്തേണ്ട പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ദുആ ചെയ്തിരുന്നതാണ് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ യഖീനും ഉറപ്പും ഈമാനും ദൃഢതയും കിട്ടിയ വേറെ ആരാളുള്ളത്? ആ റസൂൽ വരെ ഇങ്ങനെ പ്രാർത്ഥിച്ചു എങ്കിൽ
ഈ ഫിത്നയുടെ കാലഘട്ടത്തിൽ നമ്മൾ എത്രത്തോളം പ്രാർത്ഥിക്കണം. പ്രാർത്ഥന എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ദീനിലടിയ ഓരോ ദിവസവും ഓരോ മുസ്ലിമീങ്ങൾ വഴിതെറ്റി പോകുന്ന സംസാരമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സലഫിയത്തുണ്ടായിരുന്ന, തൗഹീദ് ഉണ്ടായിരുന്ന, സുന്നത്തുണ്ടായിരുന്ന ആളുകൾ വഴിപഴിച്ചു പോകുന്ന കാലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാലം വരും. ആ കാലം വരുമ്പോൾ യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറ. രാവിലെ മുഅ്മിനായിരിക്കും അവൻ, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കാഫിറായിട്ടുണ്ട്. അങ്ങനെയുള്ള ഫിത്നകൾ വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. ആ ഫിത്നകളിൽ വഴിതെറ്റി പോകാതിരിക്കാൻ, യഖീൻ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം, ദീൻ പഠിക്കുന്നതിനോടൊപ്പം, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നതിനോടൊപ്പം, അമലുകൾ ചെയ്യുന്നതിനോടൊപ്പം ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ വിഷയത്തിൽ നമുക്കൊരു പിശുക്കും ഉണ്ടാകുവാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് യഖീൻ നൽകുന്ന ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ വായിച്ചത്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം നമ്മൾ വായിച്ചു എന്ന് മാത്രം. ഞാൻ ഈ വായിച്ചത് മുമ്പ് നിരീശ്വരവാദിയായിരുന്ന, പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന അബ്ദുള്ള സുവൈദി എന്ന ഒരു വ്യക്തിയുടെ ലേഖനമാണ്. അദ്ദേഹം ഇപ്പോ മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ഉയർന്ന ഡോക്ടറേറ്റ് പഠനത്തിലാണ്. അദ്ദേഹം ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന വിഷയത്തിൽ വലിയ വലിയ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നയാളാണ്. നിരീശ്വരവാദികളായ ആളുകൾക്ക് മറുപടി പറയുന്നു. അവരുടെ ഫിത്നകളിൽ നിന്ന് നമുക്ക് ഉറപ്പ് ലഭിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ലേഖനങ്ങൾ എഴുതുകയും ക്ലാസ് എടുക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം അറബിയിൽ എഴുതിയ ഒരു റിസാല, അതിന്റെ ഒരു ചുരുക്കമാണ് നമ്മൾ വായിച്ചത്. യഖീൻ ലഭിക്കാൻ അടിസ്ഥാനപരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അതല്ല എങ്കിൽ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളായി ഒരുപാട് കാര്യങ്ങൾ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് യഖീൻ പ്രദാനം നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന അലാ ദീനിക്. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. اللهم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.